പടത്തിൽ മൊത്തം പെണ്ണുങ്ങള്, എങ്ങോട്ട് തിരിഞ്ഞാലും പെണ്ണുങ്ങള്. നമ്മൾ കുറെ കാലമായിട്ട് അത് സിനിമയിൽ കാണുന്നില്ല. അപ്പൊ അമ്മ അങ്ങനെ അതും പറഞ്ഞായിരുന്നു, ഒരു സുഖം, പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സുഖം. ഫസ്റ്റ് മൂവി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഒരു ഓഡീഷൻ ഒന്നും അയക്കാതെ എനിക്ക് ഇനിയും പടം വരും എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഞാനിപ്പോ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് പ്രേമല് കഴിഞ്ഞിട്ടും ഞാൻ ഓഡീഷൻസിന് അയക്കാറുണ്ട്. അല്ല, ആദ്യം പുള്ളിക്കാരി വിചാരിച്ചു എനിക്ക് ജാടിയൊന്നും. ഞാൻ വന്നിട്ട് ആദ്യം കണ്ടിട്ട് ഞാൻ ചിരിച്ചപ്പോ എന്നോട് തിരിച്ച് ചിരിക്കുന്ന പോലും എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഞാൻ ഇത് എന്ത് സാധനം അങ്ങനെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി, എന്താ വെച്ചാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് അഖിലേനെ ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. കൗണ്ടർ പറയണൊക്കെ പറയണതൊക്കെ ഒന്നും മുന്നിലൊന്നുമില്ല, എന്നാലും അതുപോലെ പറയണം. രാത്രിയിലത്തെ സാധനങ്ങള് അതുപോലെ പറയണം. അപ്പൊ ഞങ്ങള് പറയായിരുന്നു, ഞങ്ങൾ മൂന്നുപേരും ഉണ്ടെങ്കിൽ ഒരു എനിക്ക് അഖിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോ ആ നസ്രിയുടെ ഭാഗം എടുത്തിട്ടില്ലായിരുന്നു തോന്നുന്നല്ലേ? നസ്രിയുടെ ഭാഗം എടുക്കാതെയാണ് അഖില പരിപാടി. അഖില ഇമാജിനേഷൻ, എന്റെ ഇമാജിനേഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരേ അപ്പാർട്ട്മെന്റിലാണ് അങ്ങനല്ല. മീൻസ് ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെ വേറൊരു ഫ്ലാറ്റില് അവിടെ വരെ എത്തി. ഞാൻ കണ്ടിട്ട് ജെൻസിയൊക്കെ എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ അവരുടെ ശരികൾ അവർക്ക് ഭയങ്കര ഇതാണ്. അത് അമ്മ തെറ്റാണ്. അതിലുള്ളൊരു നമ്മൾ തിരിച്ചു പോയി കരച്ചിലും നിലപാടൊന്നുമില്ല. അവരുടെ നിലപാട് അവർക്ക് കൃത്യമായിരിക്കും. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് ഞാൻ ചോദിച്ചു പോകുന്നതിൽ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ചില സിനിമകൾ നമ്മൾ പ്രൊമോഷൻ്റെ ടൈമിൽ മൂവി ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും, റൈറ്റ്? ആ സിനിമയെ പറ്റി പറയാനും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയും. തീർച്ചയായിട്ടും ഇത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അതേ ടീം വീണ്ടും ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറയുന്നതിൻ്റെ റീസൺ തന്നെ ആ മൂവി ഒരു സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ നമ്മൾ വീണ്ടും അതിലെ കാസ്റ്റിനെ വിളിച്ചിട്ട് സിനിമകളുടെ വിശേഷം ചോദിക്കുന്നത്, റൈറ്റ്? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഗംഭീര മൂവി എന്ന് പറയുന്ന ഒരു മൂവിയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന മൂവി. അപ്പോൾ അതിൽ തന്നെ യെസ്, അഖില ആൻഡ് പൂജ, ഹലോ, വെൽക്കം. താങ്ക് യു. സുലു, അസ്മയും. ആൻഡ് ആദ്യം തന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിരിച്ചല്ലോ. തെറ്റാറുണ്ടോ? അതുകൊണ്ടോ? അല്ല, നമ്മള് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ അറിയും, അസ്മ സുലു ഒരു കോംബോ വരും. നമ്മളെല്ലാരും നമ്മളാണ് മെയിൻ, നമ്മൾ തന്നെ പറഞ്ഞു നടക്കുമായിരുന്നു. നമ്മൾ സംഭവം നമ്മള് ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ അതിപ്പോ സെറ്റായല്ലോ അല്ലേ? പറയൂ, ഓവറോൾ ദ ഹാപ്പിനെസ്. കാരണം ഒരുപാട് റെസ്പോൺസ് കിട്ടുന്നുണ്ടാകും. കാരണം ഇന്റർവ്യൂസിന് വേണ്ടി വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ്, സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയുള്ളവര്. സോ ഹൗ ഡു യു ഫീൽ നൗ? അഖില പറയൂ. അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ടെന്ന് സന്തോഷമാണ്. ഇതിപ്പോ പടം കഴിഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, മെൻഷൻ ചെയ്ത് കുറെ സ്റ്റോറീസ് ഇടുന്നുണ്ട്. പിന്നെ ഓരോരോ ഇപ്പൊ നമ്മൾ പടത്തിൽ ചെയ്ത് ചില സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ഈ സീൻ അതിൽ പറഞ്ഞ ഡയലോഗ് അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയും. ഭയങ്കര സന്തോഷം. പിന്നെ സുലു, ഹേ സുലു, ഹായ് സുലു, ആ സാധനം അതൊക്കെ വന്ന് പറയുന്നുണ്ട്. പിന്നെ കോമഡി വർക്കൗട്ട് ആയെന്ന് പറയും. അതൊക്കെ ഭയങ്കര സന്തോഷം. നല്ല ടെൻഷനുള്ള കാര്യമായിരുന്നു അതൊക്കെ, വർക്കൗട്ട് ആവുമെന്നൊക്കെ. ഷൂട്ടിന്റെ ടൈമിൽ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ചില കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ ഇത് ക്ലിക്ക് ആകുമായിരിക്കുമോ? ഓൺ ദ സ്പോട്ട് റെസ്പോൺസ് കിട്ടിയെങ്കിലും ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇത് വായിച്ചിട്ട് ആ സീൻ നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട്. നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പറഞ്ഞത് നമ്മളൊരു വീട്ടിലാണ് നമ്മളെല്ലാവരും ഇരുന്നുകൊണ്ടിരുന്നത് ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ. അപ്പൊ നമ്മൾ ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹൈ സുലു, ഹൈ സുലു. ആ സാധനം പറഞ്ഞ് ഈ ചിരി ഒഴിവാക്കി പിന്നെ നമ്മളത് സീൻ ചെയ്യുന്നു. പക്ഷെ നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈശ്വര ഇനിയിപ്പോ നാട്ടുകാർ ചിരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ സാധനം അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അത് ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു. നമ്മൾ ആ ഒരു സീന് ഭയങ്കര വെയിറ്റിംഗ്, അതായത് ആ പെർട്ടിക്കുലർ സിദ്ധാർത്ഥായിട്ടുള്ള സീനിന് വേണ്ടിട്ട് നമ്മള് വെയിറ്റിംഗ് ആയിരുന്നു. അതാണ് നമ്മൾക്ക് ഏറ്റവും ഹൈ കിട്ടുന്ന സീൻ. അപ്പൊ നമ്മൾ എപ്പായിരിക്കും ആ സീൻ എടുക്കുക, എപ്പായിരുന്നു ആ സീൻ എടുക്കുക ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യും ചുമ്മാ. അതായത് ഇപ്പൊ വേറെ ഏതെങ്കിലും സീനായിരിക്കും എടുക്കാൻ വേണ്ടി, എന്നാലും നമ്മൾ അതിലെ ഡയലോഗ് ചുമ്മാ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. അല്ല, പിന്നെ നമ്മൾ തന്നെ ഇത് പറയുമ്പോ തന്നെ നമ്മൾ തന്നെ ചിരിക്കുമായിരുന്നു.
എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനായിരുന്നു അത്. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ചിരി കിട്ടുന്നുണ്ടായിരുന്നു, എഴുതി വെച്ച രീതി. അപ്പൊ നമുക്ക് ഈ ചിരി പോകണല്ലോ, നമ്മള് പെർഫോം ചെയ്യാൻ വന്നിട്ട് അവിടെ ഇരുന്ന് ചിരിക്കാൻ പറ്റില്ലല്ലോ, പറ്റത്തില്ല. അത് അപ്പൊ സമയം കളയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ചിരി പോയി, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരി പോയി. അപ്പൊ പിന്നെ ബാക്കി ക്രൂ ആയത് ചിരിച്ചത്. പക്ഷെ നമ്മളിത് പിന്നെ ഹൈപ്പ് ചെയ്ത് നമുക്ക് ഒരു പേടിയുണ്ടായിരുന്നു, ഈശ്വര ഇനി ഇത് പാളിപ്പോവും ഇങ്ങനെ അങ്ങനെ. നിങ്ങൾ തന്നെ ഇടയ്ക്ക് ചുമ്മാ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ സീൻസ് ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് MC പറയുന്ന ഒരു രീതികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല. അപ്പം നിങ്ങളുടേതായ ഒരു ഇൻപുട്ട് അതിനകത്ത് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ എല്ലാ ഇൻപുട്ടും വന്നിട്ടുണ്ട്, കൊറേ സാധനങ്ങൾ. അതായത് നമുക്ക് എപ്പോഴും സ്പേസ് ഉണ്ടായിരുന്നു. അതാണ് ആ സ്പേസ് കിട്ടിയോണ്ടാണ് ഇപ്പൊ സമീർക്കായാലും MC ആയാലും നമ്മുടെ റൈറ്റേഴ്സ് ലിബിൻ ചേട്ടൻ അതുൽ ചേട്ടൻ ആരായാലും നമുക്ക് അതിനുള്ള സ്പേസ് തന്നിരുന്നു. എന്താ ഇവര് നമ്മള് നമ്മുടെ അടുത്തൊരു വിശ്വാസമൊക്കെ ഉണ്ട് എന്നൊക്കെ തോന്നിയല്ലേ. അപ്പൊ ചിലപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അഡീഷണൽ കുറച്ചും കൂടെ രസാക്കാനുള്ള നമ്മുടെ അടുത്ത് തന്നെ പറയും എന്തേലും ഇട്ട് വരട്ടെ എന്തേലും കൈ അങ്ങനെ പറയുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് സെയിം ടൈം ടെൻഷൻ ഉണ്ടാവും. നമുക്കപ്പോ ധൈര്യം കൂടെ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാം. അത് മതി നിർത്തുന്ന പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് പെർഫോമൻസ് ലോ ആവും, അല്ല കുറച്ചുകൂടി ഫ്രീ ആവും. അതാ തോന്നുന്നത്. അപ്പൊ നമുക്കൊക്കെ മറ്റേ ബൂസ്റ്റ് തരുന്നതാണ് എപ്പോഴും. എന്നാ ഇതും കൂടെ പറഞ്ഞു നോക്കിയാലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മാനുവലിക്ക എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ എല്ലാരും മാനുവലിക്ക അത് നമ്മള് ഒരു ഷോട്ട് ചെയ്തു ഓക്കെ ആയി. അപ്പോഴ സമീർക്കൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനൊരു സാധനം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, പൂജ ഒന്ന് ചുമ്മാ ഒന്ന് അത് വെച്ചൊന്ന് ചെയ്തു നോക്കിയേ. ആ ഒരു ഇൻപുട്ട് സമീർക്ക് തന്നെയാണ്. അപ്പൊ അത് ചെയ്തു എല്ലാവർക്കും വർക്കാണ്. ഓൾറെഡി ക്യാരക്ടർ വിളിക്കുന്ന അങ്ങനെയാണ്, ഹസ്ബൻഡിനാണല്ലോ. പിന്നെ മാനുവൽ ഇക്കാന്നുള്ള വിളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആൾക്കാർ കേൾക്കുമ്പോൾ ഫണ്ണും വരും. അത് അപ്പൊ അങ്ങനെ കുറെ പേര് ഓൺ ദ സ്പോട്ട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സീൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് മിനിറ്റ്സ് ഉണ്ടായിരുന്നല്ലോ അവിടെ തന്നെ. ആ ഒരു പെർഫോമൻസ്, ആ ഒരു വീടിന് ചുറ്റും നിങ്ങൾ 3 പേരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, അതിൽ ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മേ ബി ആ ടേക്ക് എടുത്തപ്പോൾ ചിരിച്ചു പോയിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളാവോ എന്തായിരിക്കാം? അങ്ങ് എനിക്ക് തന്നെ നമ്മുടെ ഫോൺ കോൾ സീൻ ഉണ്ടല്ലോ, ആ സീനില് എന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് കാണുമ്പം ഭയങ്കരമായിട്ട് എല്ലാം ഒന്നിച്ചെടുത്ത പോലെ ഫീൽ ചെയ്യും. പക്ഷെ എന്റേത് മൊത്തം ഒരു ദിവസമായിരുന്നു എടുത്തത്, പൂജിജിയുടെ മൊത്തം ഒരു ദിവസം ലാസ്റ്റ് എടുത്ത് എല്ലാവരുടെയും കഴിഞ്ഞിട്ടാണ്, എല്ലാം വേറെ വേറെയാണ് എടുത്തത്. ഞങ്ങൾക്കിപ്പോ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ കൗണ്ടർ പറയണൊക്കെ പറയണതൊക്കെ ഒന്നും മുന്നിലൊന്നുമില്ല എന്നാലും അതുപോലെ പറയണം. രാത്രിയിലത്തെ സാധനങ്ങള് അതുപോലെ പറയണം. അപ്പൊ ഞങ്ങള് പറയായിരുന്നു ഞങ്ങൾ 3 പേരുണ്ടെങ്കിലും എനിക്ക് അഖിലക്ക് ഷൂട്ട് ചെയ്യുമ്പോ നസ്രിയുടെ ഭാഗം എടുത്തിട്ടില്ലായിരുന്നു തോന്നല്ലേ. നസ്രിയുടെ ഭാഗം എടുക്കാതെയാണ് അഖില പരിപാടി. അഖില ഇമാജിനേഷൻ, എന്റെ ഇമാജിനേഷനിൽ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ എന്നിട്ട് നച്ചുവിന്റെ ഷൂട്ട് ചെയ്തത് കണ്ടു, എന്നിട്ട് പിന്നെ ഒന്നുകൂടെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ രണ്ടുപേരും ഇതില് വേറെ ആയിരുന്നു ഞാൻ ചെയ്യണം. എനിക്കാണ് പിന്നെ അനങ്ങാൻ സ്ഥലമില്ല, ജനൽ. അപ്പൊ എവിടെ നോക്കണം എന്തോ ഇത് എൻ്റെ അത് എനിക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ഓരോ ടൈപ്പ് സിനിമ ചെയ്യുമ്പോഴും നമ്മൾ സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കും. ഈ പെർട്ടിക്കുലർ സിനിമയിൽ ഇതിൻ്റെ ഒരു ജോഗ്രഫി, അതെങ്ങനെയൊക്കെ അവർ ചീറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്യാം, ഇങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആക്കിയിരുന്ന അത് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിൽ ഭയങ്കര ന്യൂ ആയിരുന്നു അത്. കാരണം ഇതില് അങ്ങനെ ചീറ്റ് ചെയ്യാനൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ, അതിനുള്ള പ്രോബബിലിറ്റി കുറെ ആയതിനാൽ ത്രൂ ഔട്ട് ഉള്ള ക്യാരക്ടറും ആയതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് സംഭവം ഇങ്ങനെ ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ ആ ഒരു സംഭവം കിട്ടി. അപ്പൊ യു ഫെൽ ലൈക്ക് യെസ് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ്. സിനിമയെ കുറിച്ച് കൂടുതൽ സിനിമ ആസ് എ മീഡിയം എങ്ങനെ വർക്ക് ചെയ്യുന്നു, പലതരത്തിലുള്ള ഇപ്പൊ നമ്മൾ ആവേശം ചെയ്യുന്ന ഒരു ഇതിലോ പ്രേമലു ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയല്ല. അപ്പൊ രണ്ടിന്റെയും മേക്കിംഗ് സ്റ്റൈൽസും റിക്വയർമെന്റ്സും ഒക്കെ വ്യത്യാസമുണ്ട്. മീൻസ് മേക്കേഴ്സ് ചിന്തിക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആസ് ആക്ടേഴ്സും ഈ മീഡിയത്തെ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാന്ന് തോന്നും. എനിക്ക് അങ്ങനെ തോന്നി.
ഈ അതുപോലെ തന്നെ ഇപ്പം അഖിലയാണെങ്കിലും റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഓരോ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പം റീക്രിയേഷൻ വീഡിയോസ്. അപ്പം ഒരു പരിധി വരെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. ഇപ്പം മൂവീസ് ത്രൂ ഔട്ട് ഇപ്പം എവറി മന്ത് ഇല്ലെങ്കിലും ഇപ്പം ഈ പറയുന്ന പോലെ റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് മൂവി ആയിട്ടോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 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 കിക്കപ്പ് കൂടുതൽ, അതിൻ്റെ ഒരു കോൺഫിഡൻസ് അല്ലേ, ഒരു ആക്ടിങ് ഫുൾ ടൈം ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം. അതിപ്പോ എന്താ പറയാ, എല്ലാവർക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ എന്തേലൊക്കെ ചെയ്യണം. ഇപ്പം ഫസ്റ്റ് മൂവി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഒരു ഒഡീഷൻ ഒന്നും അയക്കാതെ എനിക്ക് ഇനിയും പടം വരും എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഞാനിപ്പോ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് പ്രേമലു കഴിഞ്ഞിട്ടും ഞാൻ ഒഡീഷൻസിന് അയക്കാറുണ്ട്. കഴിഞ്ഞിട്ടും ഞാൻ ഓഡീഷൻ അയക്കാറുണ്ട്, ഓഡീഷൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈവൻ ഇതിൽ പോലും ഓഡീഷൻ വഴിയാണ് ഞാൻ സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇപ്പം നമ്മൾ എന്ത് പറയും, ഇപ്പം എൻ്റെ ഒരു റീക്രിയേഷൻ ആയാലും അല്ലെങ്കിൽ ചുമ്മാ നമ്മളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് പോലും നമുക്ക് ചിലപ്പോൾ ചില ചാൻസ് തരാം. എന്നെ അങ്ങനെ ഇപ്പം ചില സാരിയിലുള്ള ഔട്ട്ഫിറ്റ് ആയാലും നമ്മുടെ ഓരോ ഔട്ട്ഫിറ്റ് നോക്കിയിട്ട് നമുക്കത് എങ്ങനെ ചെയ്യുന്നത്. അപ്പം ചില ആരെങ്കിലും നോക്കുന്നത് ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ടാവും, അവർ ഈ ക്യാരക്ടർ ഈ കുട്ടി ഈ ഔട്ട്ഫിറ്റിൽ നല്ലതാണല്ലോ, അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാം നമുക്കൊരു ബൂസ്റ്റ് തരുന്ന സാധനങ്ങളാണ്. ഒന്നും വെറുതെ ആവുന്നില്ല എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ എന്ത് ചെറുതാണെങ്കിലും ഈവൻ ഒരു ഫോട്ടോഷൂട്ട് ആണെങ്കിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്. അതിലോട്ട് എനിക്കൊന്നും മെറിൻ പറഞ്ഞിട്ടുണ്ട്, കുമ്പളങ്ങിയിൽ എന്തോ ഓഡിഷന് ഫസ്റ്റ് എന്തോ ലാസ്റ്റ് റൗണ്ട് വരെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടാനുള്ളതാണ് കിട്ടും എന്നുള്ളൊരു സംഭവം അല്ല, കിട്ടാനുള്ളതേ കിട്ടുള്ളൂ. അത് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും എന്നുള്ള സാധനമാണ്. അല്ല ഇപ്പം എനിക്ക് വന്ന മിക്കത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഈ കൊല്ലം ആദ്യം കുറേ സിനിമകൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഞാനൊരു പ്രോജക്റ്റിൽ സ്റ്റക്കായിട്ട് കുറേ ഒരു 5-6 മാസം തന്നെയാണ് ഞാൻ ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യാൻ കയറിയിട്ട് എനിക്ക് നല്ല രസം തോന്നിയ കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ആ സീരീസ് ചെയ്യുന്നുണ്ട്. അത് സീരീസ് ആകുമ്പോൾ ഒരു ലോങ് ഫോർമാറ്റ് ആണല്ലോ. അത് വി കാൺ ഡു എനിത്തിങ്. ഇപ്പം ചിലപ്പോൾ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടാവും, സ്റ്റാർസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഡേറ്റിനനുസരിച്ച് നമ്മുടെ മാറും. ആൻഡ് ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം കേട്ടോ. ദിസ് ഈസ് ഹൗ യു ഓൾസോ ഗ്രോ. അങ്ങനത്തെ ഒരു സ്പേസിലോട്ട് അത് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അപ്പോൾ നമുക്കൊരു ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പലപ്പോഴും മലയാളത്തിൽ നമുക്കിപ്പോൾ ഒരു പടം ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ പടം ഭയങ്കര രസമുള്ള പടമായിരിക്കും. ഇപ്പം നമുക്ക് ഒരു സാധാരണ സിനിമ ഒരു വേറൊന്നും പണിയില്ല, അപ്പം നമുക്ക് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അങ്ങനത്തെ സിനിമകൾ പോയാലും നമുക്ക് വിഷമമില്ല. പക്ഷെ നല്ല സിനിമകൾ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയ സിനിമകളൊക്കെ അതും ബ്ലെസ്സിങ് ആണ്. അത് എനിക്ക് ഇപ്പം ഇന്ന് കാതൽ ഇറങ്ങിയിട്ട് ഒരു കൊല്ലമായി. അപ്പൊ അതേ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനത്തെ സൂക്ഷ്മദർശിനി അതേ സമയത്ത് വീണ്ടും അടുത്ത കൊല്ലം ഒരു സന്തോഷം, അതും വേറെ തന്നെ കഥാപാത്രം. അപ്പോൾ ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ വന്ന് ചേരും. പിന്നെ നമ്മളുടേതായിട്ടുള്ള വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഫോർട്ട് എടുക്കുക. നമ്മൾ അതിന് എഫേർട്ട് എടുക്കും. ഇപ്പം ഓഡിഷൻ അയക്കുന്ന കാര്യം തന്നെ ഇപ്പൊ എനിക്ക് ഒരു നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു സാധനം, ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ സിനിമയിലെ ആൾക്കാരെ അറിയാം. ഇപ്പൊ ഞാൻ അപ്പൊ ചിലപ്പോൾ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അവരൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഓഡിഷൻ ചെയ്യാം എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. എന്താ വെച്ചാൽ ഓഡിഷൻ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കണ്ടിട്ടാണല്ലോ, അല്ലാതെ ഇനി അവിടെ സെറ്റിൽ പോയിട്ട് അത് എപ്പോഴും ഇപ്പൊ നമ്മുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് വിളിക്കുന്നത് ഭയങ്കര സുഖമാണ്. അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് ടെൻഷൻ ഫ്രീ ആവും. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ എന്തിനാ എന്നെ ആ റോളിലോട്ട് വിളിച്ചത്. ചിലപ്പോ എനിക്ക് അങ്ങനെ തോന്നാം, ഈശ്വര അതെങ്ങനെ ഇവർക്ക് തോന്നി എന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാന്ന്, ഇവരൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഒരു സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആക്ച്വലി ഓഡിഷൻ ചെയ്തിട്ട് ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെന്തിനാണ് വിളിച്ചത്, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അതിലേക്കും ഇപ്പൊ ഈ ചില റോൾസ് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർക്കും ആക്ച്വലി ഞാൻ സ്യൂട്ടാണോ എന്നുള്ളൊരു ചിന്ത വന്ന് അതിന് ഇൻവോൾവ് ആയി അവസാനം അതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ യെസ് ദിസ് റീസൺ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് അതിലേക്ക് തോന്നിയിട്ടുണ്ടോ? മൂവി ഏത് മൂവി ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ? അല്ല ഇപ്പൊ ഞാൻ ആകെ 4 പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഇതുപോലെ ഓഡീഷൻ കാര്യങ്ങളും കഴിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ക്യാരക്ടർ സുലുവിന്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ തന്നെ
ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഏത് ഇന്റർവ്യൂലാണോ എനിക്കറിയില്ല, ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊറേ ഉണ്ടല്ലോ. മനസ്സിലാവില്ല. ഓഡീഷനില് ഞാൻ ഓഡീഷൻ കൊടുത്ത സമയത്ത് സീൻ ചെയ്യിപ്പിച്ചായിരുന്നു എന്നെ കൊണ്ട്. ചെയ്യിപ്പിച്ചപ്പോ എനിക്ക് നന്നായിട്ട് കണ്ണൂർ സ്ലാങ് വരുന്നുണ്ടായിരുന്നു. അപ്പം MC പറഞ്ഞു ഈ കണ്ണൂർ സ്ലാങ് പിടിക്കില്ല, അപ്പൊ ഇതിലൊരു കോട്ടയം സ്ലാങ് പിടിക്കാൻ പറ്റുമോ നോക്കുന്നു തോന്നുന്നത്. ആ ഒരു ഏരിയയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് കോട്ടയം സ്ലാങ് പിടിക്കുക. അപ്പൊ എനിക്ക് ടെൻഷനായി. ഒന്നാമത് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെ പെട്ടെന്ന് കണ്ണൂർ സ്ലാങ് വരുന്നത് പറഞ്ഞപ്പോൾ അതിനേക്കാളും ടെൻഷൻ, കോട്ടയം സ്ലാങ് പിടിക്കാൻ പറഞ്ഞപ്പോൾ അതിനേക്കാളും ടെൻഷനായി. അപ്പൊ എനിക്കത് പറ്റണില്ല. വീണ്ടും എന്നെ കൊണ്ട് ഒരു റൗണ്ട് കൂടെ ചെയ്യിച്ചു. അപ്പോഴും പറഞ്ഞു കണ്ണൂർ സ്ലാങ് വരുന്നുണ്ട്. ഞാൻ ആകെ ഡൗൺ ആയി. എനിക്ക് നല്ല ടെൻഷനായി ഡൗൺ ആയി. എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പോവാൻ നേരത്തെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എന്റെ സ്ലാങ് പ്രശ്നമില്ലേല് ഞാൻ ഡബില് പിടിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഉറപ്പ് പറഞ്ഞു. ആ ഡബിൽ ഞാൻ നോക്കിക്കോളാം, ബാക്കി ഓക്കെ ആണെങ്കിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നെ ഇതിലോട്ട് വിളിക്കുന്നത്. ഇത് തീരെ പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ഒറ്റൊരു സീൻ ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഈ എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ ക്യാരക്ടറിന് ഈ പടത്തിൽ. അതിന് എത്ര 1-2 സീനാണേലും എന്തൊക്കെയോ കാര്യമായിട്ട് പെർഫോം ചെയ്യാനുണ്ടെന്നുള്ളത് എനിക്ക് ആ ഒരു സമയത്ത് മനസ്സിലായി. അപ്പൊ ഞാൻ നമ്മുടെ അസോസിയേറ്റ് രോഹിത്താന്റെ അടുത്ത് വന്ന് രോഹിത്തേട്ടാ എങ്ങനെയും ഒന്ന് പ്ലീസ് പറയോ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ രോഹിതർ പറഞ്ഞു എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നോക്കാം നമുക്ക്, സമീർക്കും MC ഒക്കെയാണ് ലാസ്റ്റ് ഡിസിഷൻ എടുക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ദിവസം വിളിച്ചിട്ട് ഓക്കെ ആണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഈ സുലു എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെ ചെയ്യണം എന്നുള്ള, കാരണം പെർഫോം ചെയ്യാനുണ്ട്. നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് ചെയ്യാനുള്ള ക്യാരക്ടറാണ്. എങ്ങനെ ചെയ്യും എന്നുള്ളത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയാകുമ്പോ അതെപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി? ഇപ്പൊ നമുക്കൊരു വൈബ് കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിലപ്പോ ആ ഒരു അത്രയും വാവ് ഫാക്ടർ തോന്നുന്ന ആൾക്കാരെ കിട്ടുന്നത് വളരെ വിരളമായിരിക്കും. സെറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ മറക്കും. അങ്ങനെ തീർച്ചയായും. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ അധികം വൈവായോ? അല്ല, അത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരേ അപ്പാർട്ട്മെന്റിലാണ് അങ്ങനല്ല. മീൻസ് ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെ വേറൊരു ഫ്ലാറ്റില് അവിടെ വരെ എത്തി കാര്യങ്ങൾ. അപ്പൊ അതല്ല, എനിക്ക് നമുക്കൊരു ലുക്ക് ടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് മുന്നേ. അപ്പോഴാണ് ഞാൻ അഖിലേനെ ആദ്യമായിട്ട് കാണുന്നത്. അഖില എനിക്ക് ആക്ച്വലി സുലു ആരായിരിക്കും എന്നുള്ളത് എനിക്ക് വേറെ ആരും ഒരു പ്രശ്നമല്ല, സുലുവായിട്ട് സെറ്റ് ആവും. അല്ല, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ സെറ്റ് ആവില്ല. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഫണ്ണാണെങ്കിലും ഞാൻ ഇച്ചിരി ഐ ടേക്ക് ടൈം. ഇപ്പൊ ആൾക്കാരായിട്ടൊരു കമ്പനി ആവാനൊക്കെ ചോദിച്ചു നോക്കും. ഞാൻ അല്ല, ആദ്യം പുള്ളിക്കാരി വിചാരിച്ചു എനിക്ക് ജാടിയൊന്നും. ഞാൻ വന്നിട്ട് ആദ്യം കണ്ടിട്ട് ഞാൻ ചിരിച്ചപ്പോ എന്നോട് തിരിച്ച് ചിരിക്കുന്ന പോലും എന്റെ മുഖത്ത് പോലും നോക്കില്ല. ഞാൻ ഇത് എന്ത് സാധനം അങ്ങനെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി, എന്ന് വെച്ചാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് അഖിലേനെ ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആക്ച്വലി അഖില പ്രേമലുല് കണ്ടിട്ട് ഓ ഈ കുട്ടിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്, അഖിലയാണ് ചെയ്യുന്നതെന്ന്. അപ്പത്തേക്ക് എനിക്കൊരു ഇതാകുമ്പോ സെറ്റ് ആവും. അതല്ല അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. അപ്പൊ നമ്മൾ ആ ഫ്ലാറ്റില് നമ്മള് അപ്പൊ നമ്മള് സിങ്കായി ഒറ്റയ്ക്ക് അങ്ങനെ വൈബായി. ആദ്യം അങ്ങനെ പിടിതരത്തില്ലതല്ലേ? ഇല്ലല്ല, പിന്നെ അങ്ങനെ ഇപ്പം നമ്മൾ ഇതിനു മുമ്പിൽ ചെയ്ത ഇപ്പം പ്രേമലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആവേശം, ഇപ്പൊ നമ്മൾ എത്ര ഡ്യൂറേഷൻ ഉള്ളതിലുപരി നമ്മൾ വന്ന് ചെയ്യുന്ന ഒരു പോയിന്റ് ആൾക്കാർ അല്ല സിനിമ കഴിഞ്ഞ് ആ വ്യക്തിനെ നമ്മൾ റിമെമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ക്യാരക്ടറിന്റെ വിജയം എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ കൂടുതലായിട്ട് ഹാപ്പി ആകാൻ പറ്റുന്നതാണ് ആവേശം എന്ന് പറയുന്ന മൂവി. കാരണം അത് കഴിഞ്ഞ് അതിന്റെ ട്രോള് എത്രയോ മീംസ് ആണെങ്കിലും അല്ലേ, ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത്. സോ അതൊരു മെയിൻ കാര്യം തന്നെയല്ലേ. ആവേശത്തിന് മുമ്പ് കോൾ വന്നപ്പോഴും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വന്നപ്പോഴും എന്തായിരുന്നു മൈൻഡിൽ? എനിക്ക് സന്തോഷം എന്ന് വെച്ചാല് അജിത്തു എന്നെ രണ്ടാമതും വിളിച്ചു അതാണ് എന്റെ മീൻസ് രോമാഞ്ചം ഇറങ്ങുന്നതിന് കൃത്യം ഒരാഴ്ച മുന്നേ എങ്ങാണ്ടാണ് ജിത്തു ഈ അമ്പുക്കാരുടെ ഒരു ഫോർട്ട് കൊച്ചിയില് സ്ഥലത്ത് ഒന്ന് വാ നീ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഈ സാധനം പറയണേ. അപ്പൊ രോമാഞ്ചം ഇറങ്ങിയിട്ടില്ല.
അപ്പൊ ഞാൻ വിചാരിച്ചു ഓ അപ്പൊ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ചെയ്യണമല്ലോ ഇത് ഇത് അത് എനിക്ക് ഞാൻ കേട്ടപ്പോ ഞാൻ കുറെ ചിരിച്ചു. അപ്പോ അതൊരു പെർഫോം ചെയ്യാൻ ഒരു സാധനം, പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അങ്ങനത്തെ ഒരു സാധനം. അത് അത്രയും ജിത്തൂടെ ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. ഇവരാരും നമ്മളോട് ഇങ്ങനെ ഇത് ചെയ്യൂ അത് ചെയ്യൂ അങ്ങനെയൊന്നുമല്ല. ഇവര് നമുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് തരും, പിന്നെ നമ്മളൊന്ന് ഷൈൻ ചെയ്യാൻ അവര് അനുവദിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടുന്നത് വേണത് അവര് സ്ലൈറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ട്വീക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. അതാണല്ലോ ഉള്ളിൽ നിന്നുള്ള ഒറിജിനൽ കഴിവ് പുറത്ത് വരണമെങ്കിൽ അങ്ങനെയാണല്ലോ. ഇത് നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫിലിം മേക്കേഴ്സ് ആണ് ഇവിടെയുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനി കഴിഞ്ഞിട്ടും ഞാൻ വർക്ക് ചെയ്ത 2 സിനിമയും ഫസ്റ്റ് ടൈം ഫിലിം മേക്കേഴ്സിന്റെ ആണ്. എല്ലാവരുടെയും പ്രോസസ്സ് വ്യത്യാസമാണ്. അവര് ചെയ്യിച്ചെടുക്കുന്നത് വ്യത്യാസമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. പക്ഷെ എല്ലാം ഓക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് ഒരിക്കലും ഇവരൊരു ഫസ്റ്റ് ടൈം സിനിമ എടുക്കുന്ന ആൾക്കാരാന്ന് ഒരു നിമിഷത്തിൽ പോലും തോന്നില്ല. അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ വരുന്നൊരു മേക്കേഴ്സ് എവിടെയും ജെല്ലാകും എന്നുള്ളൊരു സംഭവം മെയിൻ ആണ്. അല്ലെങ്കിൽ എങ്ങനെ വേണേലും ഏത് ആംബിയൻസിലും വർക്ക് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയും വരുമല്ലോ. ഇപ്പം അതുപോലെ തന്നെ ഇതിന്റെ റെസ്പോൺസിൽ ഇമ്മീഡിയറ്റ് ഫാമിലീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് രാഹുൽ ഫയർ ആൻഡ് റെസ്ക്യൂ അല്ലേ, ഐ മീൻ റെസ്ക്യൂല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ കൊളീഗ്സ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അത് ആ ഒരു ജോബ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സീരിയസ് ജോബാണ് തീർച്ചയായിട്ടും. പക്ഷെ രാഹുലാണെങ്കിലും ശരി അഖില ആണെങ്കിലും ശരി ഒരു ഫൺ സൈഡ് പാർട്ടുണ്ട്, പാരലൽ ഉണ്ടല്ലോ. അപ്പൊ അവിടെ കൊളീഗ്സ് അല്ലെങ്കിൽ അഖിലയുടെ ഓരോ സിനിമകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് റീൽസ് വരുമ്പോഴോ കൊളീഗ്സ് പറയുന്ന രീതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഇല്ലേ പൂജയ്ക്ക്? ഞാൻ ചോദിച്ചിട്ടില്ല. രാവിലെ കാണുമ്പോ ഞങ്ങള് PP എന്നാ വിളിക്കാം. അപ്പൊ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ എനിക്ക് ഫയർ അല്ല, ഞാൻ ഇപ്പൊ ഞങ്ങൾ റീൽസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണേലൊക്കെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീട്ടുകാരാണ്. അതായത് ചേച്ചി, ചേട്ടൻ, അങ്ങനെയൊക്കെയാണ്. എൻ്റെ PPയുടെയും 2 വീട്ടുകാരുടെയും അങ്ങനെ. പിന്നെ സിനിമയിലോട്ട് എത്തുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് എന്തോ കാര്യമായിട്ട് ഇവരെന്തോ തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യണമെന്നാണ്, ഇല്ലെങ്കിൽ ചുമ്മാ ടൈം പാസ് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ PPയുടെ അടുത്തായാലും PPയുടെ സ്റ്റേഷനിലോട്ട് വർക്ക് ചെയ്യണ സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സാർമാരൊക്കെ എങ്ങനെ പറയും, നന്നായിരുന്നു, നല്ലതാണ്, കാണാറുണ്ട്, പടം കാണാറുണ്ട്, ഇഷ്ടമാണ് എന്നൊക്കെ പറയും. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു അഭിമാനമുണ്ടല്ലേ, അവിടുത്തെ മെയിൻ ഓഫീസേഴ്സും ഒക്കെ പറയും പടം കണ്ടിരുന്നു അല്ലേ. പുള്ളിക്ക് അവിടെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. പുള്ളി ഇപ്പൊ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഓട്ടോഗ്രാഫ് വരും, അതൊക്കെ സെൽഫി എടുത്തിട്ട്. രാവിലെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി, പിള്ളേരുടെ സെൽഫി വീഡിയോ എടുത്തിട്ട് അങ്ങനെ അതിനും വേണം ഒരു ഇതെന്നല്ലേ. അതുപോലെ തന്നെ എനിക്കൊന്ന് പൂജയുടെ ഫിലിം അമ്മ ഉണ്ടായിരുന്നല്ലോ കാണാൻ വേണ്ടി. അപ്പൊ അമ്മ വാസ് റിയലി ഹാപ്പി. നമ്മുടെ കണ്ണിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് ചോദിച്ച സമയത്ത് നന്നായിട്ട് ചെയ്തു. അപ്പൊ പൂജ അവിടുന്ന് കൺസിഡർ അമ്മ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ശരി, അമ്മക്ക് ലൈക്ക് ഓൾമോസ്റ്റ് ഈ രോമാഞ്ചമൊക്കെ കാണുമ്പോ ഒക്കെ അമ്മ ഭയങ്കര, അമ്മക്കൊക്കെ OCD ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ എൻ്റെ സിസ്റ്റർ UK-ലാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മ അവിടെ പോവും. അപ്പൊ അവിടെ നിന്ന് കാണുമ്പോ ചേച്ചിയൊക്കെ ചിരിക്കുമ്പം അമ്മ ഇങ്ങനെ ചേച്ചീനെയൊക്കെ നുള്ളാണ്, എന്തിനാ ചിരിക്കുന്നത്, എന്തോ ഇതിലെന്താ ചിരിക്കുന്നത് അങ്ങനെ. അപ്പൊ ചിലപ്പോ ഇപ്പത്തെ കുറെ പടം കാണുമ്പോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവാറുണ്ട്. പക്ഷെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സിനിമ സൂക്ഷ്മദർശിനി. പിന്നെ പറഞ്ഞു കുറെ നാള് കഴിഞ്ഞിട്ട് കുറെ പെമ്പിള്ളേരെ കണ്ടു. അത് എനിക്കും പടം കാണുന്നതിന്റെ ഇടയില് ഫീൽ ചെയ്തു. അത് പടത്തിൽ മൊത്തം പെണ്ണുങ്ങള്, എങ്ങോട്ട് തിരിഞ്ഞാലും പെണ്ണുങ്ങള്. നമ്മള് കുറെ കാലമായിട്ട് അത് സിനിമയിൽ കാണുന്നില്ല. അപ്പൊ അമ്മ അങ്ങനെ അതും
പറഞ്ഞായിരുന്നു ഒരു സുഖം, അതെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സുഖം. അല്ല പൂജിച്ചി അഭിനയിച്ച സിനിമ ഇപ്പൊ ആവേശായാലും രോമാഞ്ചായാലും പെണ്ണുങ്ങളില്ലാത്ത സിനിമയാണല്ലോ. അത് ശരിയാ. അതെ അതെ അത് വെച്ച് നോക്കുമ്പോ അല്ല ഇതിലാകെ വേറെ വെറൈറ്റിയും കൂടെ ഉണ്ട്, അതിന്റെയും കൂടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള. ഇതില് ആണുങ്ങളുണ്ട്, പക്ഷെ എല്ലാവരും പാവം. ദീപക്കൊക്കെ പെണ്ണുങ്ങളാണ് മെയിൻ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല, അവിടെ പോവാ ഒരു കുഴപ്പമില്ല. ബേസിലെ ഡയലോഗ് ഉണ്ടല്ലോ ലാസ്റ്റ്, നമ്മുടെ നെയ്ബറിലുള്ള എല്ലാരും മറ്റേ ഇതാണെന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ ഈ മൂവിയില് ഇപ്പം ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഇതിന്റെ ലാസ്റ്റ് അതിന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഇത് എന്തുകൊണ്ടാണെന്നുള്ള കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ അങ്ങനെ ഒരു ഇത് ഇപ്പം അമ്മയൊക്കെ ആണെങ്കിലും പല സമയത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ക്രിയേറ്റീവ് ഡിസിഷൻ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവരെ ഒരു മൈൻഡ് ഫിഡി സ്ക്രിപ്റ്റിൽ അതിന് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിരുന്നു. നമ്മൾ വായിക്കുന്ന ഒറിജിനൽ സ്ക്രിപ്റ്റില് ഇത് ക്ലാരിഫൈ ചെയ്യുന്ന പോലെ ഒരു ഒരു ചെറിയൊരു അഡിഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടി ഒന്നും അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു എഴുതി കാണിക്കൽ പരിപാടി പോലത്തെ ഒരു ഇതാണെന്ന് എഴുതി കാണിക്കുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ അങ്ങനെ. ഇത് പറയാൻ പാടുമോ അതല്ല, അങ്ങനെ ഒരു എഴുതി കാണിക്കൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതും കൂടെ വേണ്ട. ഇത് വി ആർ ലിവിങ് ഇൻ എ ന്യൂ വേൾഡ്. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, എനിക്ക് തോന്നുന്നു അതൊരു ക്രിയേറ്റീവ് ഡിസിഷൻ ആണ്. ബട്ട് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ട് ഐ തിങ്ക് അതൊരു അപ്പൊ അത് ഓൾസോ ഒരു ജനറേഷണൽ ഗ്യാപ്പ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് പറയുമ്പോ ഇതിപ്പോ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. അതല്ല പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് സ്പോയിലേഴ്സ് ആവുമെന്നുള്ള. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് പകുതി കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. നമ്മൾ കോളേജിൽ ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ടല്ലേ. പിന്നെ നമ്മൾ വളർന്ന് ഇതാകുമ്പോ ഇതില് ഇത്രയും വേരിയേഷൻസും വേരിയബിലിറ്റി ഉണ്ടെന്നല്ലേ. പക്ഷെ അതേ സമയത്ത് ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഇപ്പൊ ജെൻസി എന്ന് പറയുന്ന ചിലപ്പോൾ സ്കൂൾ തൊട്ടേ ഇവർക്ക് ഇതിനെ കുറിച്ചൊക്കെ കോൺഷ്യസ് ആണ്. അപ്പൊ അവിടെ തന്നെ വന്നു നമ്മുടെ ഗ്യാപ്പ്. അപ്പൊ ഇമാജിൻ ഒരു 50-60 ഉള്ള പേരൻസിന് അത് റിലേറ്റ്, ചില ആൾക്കാർക്ക് പറ്റുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർക്ക്. ഞാൻ അത് പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു ഹ്യൂമൻസ് ഓഫ് സംതിങ് അങ്ങനത്തെ കുറെ പേജസ് ഉണ്ടാവില്ലേ, സാധനം വിശ്വസിക്കൂല. പീപ്പിൾ ഓഫ് ഇന്ത്യ അങ്ങനെ എന്തോ ഒരു പേജില് ഇപ്പൊ തന്നെ റിയൽ സ്റ്റോറീസ് ആണ്. റിയൽ മീൻസ് റിയൽ ലൈഫ് സ്റ്റോറിയാണ്, നടന്ന സംഭവങ്ങൾ. സെയിം സാധനം. ഞാൻ പറഞ്ഞു ഇത് ശരിക്കും, അതായത് ഇത് ശരിക്കും നടന്ന ഒരു സാധനം. അത് ശരിക്കും നടന്ന സംഭവമായിട്ടൊന്നും അല്ലല്ലോ ഇവര് കൺസീവ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ദീസ് തിങ്സ് ഹാപ്പൻ ഇൻ സൊസൈറ്റി. പക്ഷെ ഇത് നമുക്ക് കണ്ടപ്പോ ഇത് ആ സമയത്താണ് ഈ ഒരു ഇത് ഫീൽഡിൽ കയറി വരുന്നതും. അത് മലയാളികളല്ല, അസാമി അങ്ങനത്തെ.